ഓം ശാന്തി. നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു സൂപ്പർ പവർ ഉണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ഈശ്വരൻ കൊടുത്തതായിരിക്കുന്ന വണ്ടർഫുള്ളായിട്ടൊരു ഗിഫ്റ്റ് ഇച്ഛാശക്തി എന്ന് പറയും. ഇച്ഛാശക്തിയുടെ ആധാരത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമുക്ക് ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇച്ഛാശക്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രം. ഒരിക്കൽ ഒരു കൂട്ടം ഡോക്ടർമാരുടെ ഇടയിൽ ഒരു പരീക്ഷ നടത്തി നോക്കി. കുറച്ച് പേഷ്യൻസിന് വൈറ്റ് കളറിലായിരിക്കുന്ന കുറച്ച് വിറ്റാമിൻ ഗുളികകൾ, ആ ഗുളികകൾ കൊടുത്തുകൊണ്ട് അവരെ എല്ലാ രോഗത്തിനും കൊടുത്തതായിട്ടുള്ള സെയിം മെഡിസിനാണ്. പക്ഷേ എല്ലാ പേഷ്യൻസിനോടും പറഞ്ഞു, ഇത് അമേരിക്കയിൽ നിന്ന് വരുത്തിയതായിരിക്കുന്ന ഒരു വലിയ വിശേഷമായിരിക്കുന്ന മെഡിസിനാണ്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞത്രേ. ആ കേസ് സ്റ്റഡി ഞാൻ വായിച്ചതാണ്. അപ്പോൾ അതിൽ പറയുകയാണ്, എല്ലാ ഡോക്ടർമാരും ഒരേപോലെ പരിശ്രമിച്ച് നോക്കി, അത് നന്നായിരിക്കും, വേഗം സുഖാവും എന്നൊക്കെ പറഞ്ഞു. എല്ലാ രോഗത്തിനും ഒരേപോലെ വെറും വിറ്റാമിൻ ഗുളിക അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പോലും. കാരണം ആ പേഷ്യൻറ്റിന് ഡോക്ടർമാരുടേതായിരിക്കുന്ന വിശ്വാസം, ഡോക്ടറുടെ വാക്കിലെ വിശ്വാസം രോഗത്തെ മാറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം ഓർത്തു പോവും. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ആശ്രമവുമായിട്ട് വളരെ അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവില്ലായിരുന്നു, ഡോക്ടറുടെ മെഡിസിൻ കഴിക്കില്ലായിരുന്നു. ഒരു ഭസ്മപ്പൊതിയാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് തരാറ്. ആ ഭസ്മത്തിൻ്റെ ഒരു നുള്ളെടുത്ത് വെള്ളത്തിൽ കലക്കിക്കൊണ്ട് നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അസുഖത്തിനാണെങ്കിലും, വയറിളക്കാണെങ്കിലും നിൽക്കുമായിരുന്നു, പനിയാണെങ്കിൽ മാറുമായിരുന്നു, തലവേദനയാണെങ്കിൽ മാറുമായിരുന്നു, ഛർദിയാണെങ്കിൽ നിൽക്കുമായിരുന്നു. എല്ലാത്തിനും കൂടി സിംഗിൾ റെമഡി ആയിട്ട് ആ കുറച്ച് ഭസ്മം ഉപയോഗിക്കുമായിരുന്നു. കാരണം നമുക്ക് പൂർണ്ണമായ വിശ്വാസമായിരുന്നു അവിടുത്തെ ദർശനത്തിലും അതിൽ നിന്ന് നമുക്ക് തരുന്നതായിട്ടുള്ള അനുഭവത്തിലും. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെ ഏത് രോഗം വേണമെങ്കിലും മാറിക്കിട്ടും, ഏതവസ്ഥ വേണമെങ്കിലും മറികടക്കാൻ സാധിക്കും, എന്ത് വേണമെങ്കിലും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇച്ഛാശക്തിയും നമ്മുടെ വിശ്വാസവും ഒന്നു ചേരുമ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു ഡ്രീമും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നതായിരിക്കുന്ന ഒരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിന് വേണ്ട രീതിയിലുള്ളതായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള ഇച്ഛാശക്തി കൂടി നമ്മളുള്ളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ജന്മനാൽ തന്നെ ആ ഇച്ഛാശക്തി ഉള്ളവരായിരിക്കും. അവർ നമ്മൾ പറയുക തന്നെ ചെയ്യും, ഓ അവർ ചെയ്യുന്നൊരു വിധം തന്നെ വേറെയാണ്, അവരെക്കൊണ്ട് എന്തും പറ്റും എന്നൊക്കെ നമ്മൾ പറയും. ചിലരെ സംബന്ധിച്ചിടത്തോളം ആ ഇച്ഛാശക്തി ജന്മനാൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എല്ലാവരെ കൊണ്ടും സാധിക്കും. എങ്ങനെയാണ് ഇച്ഛാശക്തി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്? ആക്ടിവേറ്റഡ് പോസിറ്റീവ് തോട്ട് എനർജി ഈസ് നോൺ ആസ് വിൽ പവർ എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് അത് ഊർജം ആവാഹിച്ച് പ്രവർത്തനക്ഷമമായി നിൽക്കുന്ന സങ്കല്പം എന്തോ അതിനെയാണ് നമ്മൾ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ഒരു കാര്യം നിരന്തരമായി നമ്മുടെ മനസ്സിനുള്ള വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അത് നമ്മുടെ ഊർജ്ജത്തെ ആവാഹിക്കുക തന്നെ ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് വെള്ളം ഉണ്ടാവണമെങ്കിൽ അത് നിരന്തരമായ അവയുടെ സമ്പർക്കം കൊണ്ടുണ്ടാകുന്ന ഒരു ചെറിയ എനർജിയുടെ ട്രാൻസാക്ഷൻ കൊണ്ട് ആ ഇലക്ട്രോൺ കറങ്ങി 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 പുറത്തേക്ക് ചാടുമ്പോൾ അത് ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണാവുകയും അയോണുകൾ തമ്മിൽ കൂടിച്ചേർന്ന് HOH ബോണ്ടിലൂടെ വെള്ളം ഉണ്ടാവുകയും ചെയ്യും. കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കയറിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക വേഗത ആ കല്ല് നേടിയെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ പിടിവിടിവിച്ച് അത് പുറത്തേക്ക് തെറിച്ചു പോവും. സമവർത്തുള ചലനം എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചത് ഞാൻ ഓർമ്മിക്കും. ഇതേ ടെക്നിക്കാണ് ജീവിതത്തിൽ ഇച്ഛാശക്തിനെ ആക്ടിവേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏത് കാര്യമാണോ നമ്മൾ കാണേണ്ടതായിരിക്കുന്ന, നമുക്ക് വേണ്ടതായിരിക്കുന്ന ഡ്രീം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തെ നിരന്തരമായി കാണുകയും അതിനുവേണ്ടി എന്തു ചെയ്യണം എന്ന് സ്വയം ചോദിക്കുകയും പഠിക്കുകയും വായിക്കുകയും കൊച്ചു കൊച്ചു സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിരന്തരമായി അത് അതിൻ്റെ പൂർണ്ണ വേഗതയുള്ള ഊർജ്ജത്തെ ആവാഹിക്കുകയും അതിൻ്റെ പ്രോപ്പറായിരിക്കുന്ന രീതിയിലുള്ള കർമ്മം നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുകയും അത് ജീവിതത്തിൻ്റെ സത്യമായിട്ട് മാറുകയും ചെയ്യും. അതിന് നമ്മുടെ ഇച്ഛാശക്തി നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു കാര്യത്തെ ഞാനൊരു ഡ്രീം കാണുന്നുണ്ട്, എനിക്കിങ്ങനെ ആവണം എന്ന് ഞാൻ സ്വപ്നം കാണുന്നു, ഞാനൊരു ഡോക്ടർ ആവണമെന്ന്. പക്ഷേ ഇപ്പോൾ പഠിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പഠിച്ചാൽ ഒന്നും ഓർമ്മ നിൽക്കില്ല, ഞാൻ എന്താ ചെയ്യുക എന്ന് ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ആവാൻ സാധ്യമല്ല.
എനിക്കൊരു സൈക്കിൾ വാങ്ങിത്തരും ആരെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൈക്കിൾ വെറുതെ കണ്ടുകൊണ്ടിരുന്നിട്ട് ആ സൈക്കിൾ ഒരു ദിവസം പൊട്ടി വീഴുന്നല്ല ഡ്രീം എന്ന് വെച്ചാൽ അർത്ഥം. ഡ്രീം എന്ന് വെച്ചാൽ അർത്ഥം ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എന്നാലാകുന്ന എല്ലാ പരിശ്രമം ചെയ്യുകയും എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് അത് കിട്ടിയേ തീരൂ എന്നതായിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന സങ്കല്പം വരികയും ചെയ്യുമ്പോൾ നമ്മുടെ വാക്കും ചിന്തയും കർമ്മവും എല്ലാം ചേർന്ന ഊർജ്ജമാണ് ആ ഡ്രീമിനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഡ്രീം ചെയ്യുക, വീണ്ടും വീണ്ടും കാണുക, എനിക്ക് നിൽക്കാനാവാത്ത വിധം ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരുന്നാൽ എനിക്ക് ഉറക്കം വരില്ല എന്നുള്ള രീതിയിൽ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വരാൻ തുടങ്ങുമ്പോൾ അത് ഊർജ്ജം ആവാഹിച്ച് പുറത്തേക്ക് ചാടാനുള്ള സമയമായി എന്നർത്ഥം. ആ രീതിയിൽ നമ്മുടെ ഇച്ഛാശക്തിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ആ ഇച്ഛാശക്തി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടതായിരിക്കുന്ന കൊച്ചു കൊച്ചു സ്റ്റെപ്പ് ഒരു ദിവസം കുറച്ചെങ്കിലും കാര്യം അതിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ നിരന്തരം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഊർജ്ജം ആവാഹിച്ച് പുറത്തേക്ക് ചാടുകയും ചെയ്യും. ആ ഇച്ഛാശക്തി നിങ്ങളെ തീർച്ചയായിട്ടും ഡ്രീമിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇച്ഛാശക്തി ഡ്രീമിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് കാര്യം വേണമെങ്കിലും ഈ പ്രപഞ്ചം, ഈ പ്രകൃതി, ഈശ്വരൻ നമ്മളെ സഹായിക്കാൻ തുടങ്ങും. ആളുകൾ എത്തിച്ചേരും, ധനം എത്തിച്ചേരും, സാഹചര്യങ്ങൾ എത്തിച്ചേരും, നിങ്ങൾ അതിലേക്ക് വലിച്ച് എത്തപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഡ്രീം കാണുമ്പോൾ അതിനേറ്റവും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഇച്ഛാശക്തി. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നാളെ എനിക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ ഇന്നത്തെ എൻ്റെ സ്റ്റഡി അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര നന്നായി ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എത്ര ജനറൽ നോളജ് നേടുന്നുണ്ട്, ഈ രീതിയിൽ ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഇന്ന് ഒരു ചെറിയ ഭാഗമെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാമെങ്കിൽ തീർച്ചയായിട്ടും പതുക്കെ 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 എനിക്കതായെത്തീരൂ എന്നതായിരിക്കുന്ന ഊർജ്ജം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അതിശക്തമായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ ഊർജ്ജം നമുക്ക് വേണ്ട സാഹചര്യങ്ങളെ, ഇല്ലാത്തതിനെ നമ്മളിലേക്ക് വലിച്ചു കൊണ്ടുവരും. എത്തിച്ചേർത്ത് തരേണ്ട സാധനങ്ങളെ കൊണ്ടെത്തിച്ചു തരും. അവിടെ ഡ്രീമിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇച്ഛാശക്തിനെ ആക്ടിവേറ്റ് ചെയ്യണം. നിങ്ങളുള്ളതായിരിക്കുന്ന സൂപ്പർ പവറിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെല്ലാം നമുക്ക് നേടാം. എല്ലാ മനുഷ്യന്മാരെയും ഭഗവാൻ സൃഷ്ടിച്ച സമയത്ത് മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്നതായിരിക്കുന്ന വിശേഷതകളെ എല്ലാവർക്കും തന്നിട്ടുണ്ട്. ആ അഖണ്ഡമായിരിക്കുന്ന ശക്തിയുടെ ഉറവിടത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് നേടാൻ പറ്റാത്തതൊന്നും ഈ ലോകത്തില്ല. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് സത്യമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.